ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 14 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 4 മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുഖ്യ പരിശീലകനായ സ്റ്റാറയെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ക്ലബിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഫാബ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. ഫാൻ അഡ്വൈസറി ബോർഡിൽ 12 ആരാധകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റുമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താം എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇതിന് പിന്നാലെ മഞ്ഞപ്പട ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രതിഷേധങ്ങളിൽ നിന്നും തങ്ങൾ പിറകോട്ടില്ല എന്ന് തന്നെയാണ് അവർ പ്രഖ്യാപിക്കുന്നത്. യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇപ്പോൾ സജീവമാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് മഞ്ഞപ്പട നടത്തിയിട്ടുള്ളത്. നല്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ആരാധകരുടെ ശബ്ദം എന്നാണ് അവർ ഇതിനൊരു ക്യാപ്ഷൻ ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത്. അവരുടെ കുറിപ്പ് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് വെറുമൊരു ടീമല്ല, അവർ സ്വപ്നങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. സാധ്യമായ എല്ലാ രീതിയിലും ക്ലബിനെ പിന്തുണക്കുന്ന ഓരോ ആരാധകന്റെയും പ്രതീക്ഷകളെയും അഭിലാഷങ്ങളെയും പ്രതിനിധീകരിക്കുന്നവരാണ്. എന്നാൽ ടോപ്പിൽ ഉള്ളവരെ എല്ലാ കാലവും വെല്ലുവിളിക്കുന്ന, അവരുമായി കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടീമിനെ കെട്ടിപ്പടുത്ത് ഉയർത്തുന്നതിന് കൂടുതൽ സുതാര്യതയും കമ്മ്യൂണിക്കേഷനും ആവശ്യമാണ്. കൂടാതെ ഭാവിയിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷനും ആവശ്യമാണ്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിന്റെ ഭാഗമായി തീരാം നമുക്ക് ഓരോരുത്തർക്കും. #യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് ഇതാണ് ഇപ്പോൾ അവരുടെ ആ ഒരു കുറിപ്പിൽ ഉള്ളത്. അതായത് ഫാബ് രൂപീകരിച്ചത് കൊണ്ട് മാത്രം ഈ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ സാധിക്കില്ല, അതല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളിൽ നിന്നും പിന്മാറില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഇതിലൂടെ മഞ്ഞപ്പട നടത്തിയിട്ടുള്ളത്. ഏതായാലും പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ ഫലം കണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇടപെടുന്നുണ്ട്. മാത്രമല്ല ഫാബ് രൂപീകരിച്ചത് തന്നെ നല്ലൊരു മൂവ്മെന്റ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.